മൈ ഫ്ലാഗ് മൈ പ്രൈഡ് എന്ന ആശയം ഉയർത്തി തോട്ടട സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പതാക നിർമ്മിച്ചു. 4 മുതൽ 9 വരെ ക്ലാസുകളിലെ മുഴുവൻ കുട്ടികളും ചേർന്നാണ് പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ ദേശീയ പതാക നിർമ്മിച്ചത്. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം അടുത്തെത്തുമ്പോൾ മാത്രമാണ് ദേശീയ പതാക എന്ന കാര്യം വിദ്യാർത്ഥികൾ കൂടി ഓർക്കുന്നത്. ആ സമയം തൊട്ടടുത്ത കടകളിൽ നിന്നും ഫ്ലാഗുമായി രക്ഷിതാക്കൾ എത്തുകയും ചെയ്യും. പിന്നീട് സ്കൂളിലേക്ക് സ്വാതന്ത്ര്യദിനാഘോഷത്തിനായി പുറപ്പെടും. ഈ ഒരു രീതിക്ക് മാറ്റം വരുത്തുകയാണ് തോട്ടട സെന്റ് ഫ്രാൻസിസ് സ്കൂൾ. 4 മുതൽ 9 വരെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ചേർന്ന് പരിസ്ഥിതി സൗഹൃദമായ രീതിയിലാണ് ഇത്തവണ ദേശീയ പതാക നിർമ്മിച്ചത്. ആവശ്യമായ സാധനങ്ങൾ സ്കൂൾ അധികൃതരും എത്തിച്ചു നൽകി. ഉണ്ടാക്കി നല്ല രസമുണ്ട്. മറ്റേ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കും, ഇതിന്റെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയോണ്ട് നല്ല രസമുണ്ട്. ഇത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്ലാസ്റ്റിക് നമുക്ക് നല്ല പേപ്പറിനെ കൊണ്ടുണ്ടാക്കിയത് അപ്പൊ വളരെ നല്ലതായിരുന്നു. ഫെവിക്രിലിന്റെ നേതൃത്വത്തിലായിരുന്നു പതാക നിർമ്മാണം. തികച്ചും തുണിയിലും പരിസ്ഥിതി സൗഹൃദ രീതിയിലും നിർമ്മിച്ചതിനാലും വിദ്യാർത്ഥികൾ തന്നെ ആനുപാതിക അളവിൽ ഉണ്ടാക്കിയതിനാലും ദേശീയ പതാകയെക്കുറിച്ച് കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനായതായും പ്രിൻസിപ്പൽ PV ജോർജും പറഞ്ഞു. ഞാൻ പ്രിൻസിപ്പൽ സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ, പേര് ജോർജ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദേശീയ പതാക ഓരോ കുട്ടികളും ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എന്നിങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങളിവിടെ ആവിഷ്കരിച്ചത്. നമുക്കറിയാം, സാധാരണ സ്വാതന്ത്ര്യദിനത്തിൽ കുട്ടികളെല്ലാവരും മാർക്കറ്റിൽ പോയി പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പതാകകളുമായിട്ടാണ് നമ്മുടെ സ്കൂളുകളിലേക്ക് വരാറുള്ളത്. അതിനൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി കുട്ടികൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തൻ്റെ രാഷ്ട്രത്തിൻ്റെ പതാക ഉണ്ടാക്കാം, അത് പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികൾ. അതുവഴി കുട്ടികൾ ദേശീയ പതാകയോടുള്ള ആദരവും രാഷ്ട്രത്തോടുള്ള സ്നേഹവും വർദ്ധിക്കുവാൻ അത് ഇടയാക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. സ്കൂളിലെ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ മക്കളാണ് നാളത്തെ ഭാവിയുടെ പൗരന്മാർ. അപ്പോൾ ഈ ആശയം കുട്ടികൾ പോയി അവരുടെ വീടുകളിൽ അറിയിക്കുന്നു, അവരുടെ മറ്റുള്ള ഫ്രണ്ട്സിനോട് പറയുന്നു. അങ്ങനെ എല്ലാവരിലേക്കും സ്വാതന്ത്ര്യത്തിൻ്റെ ആ സന്ദേശം എത്തുന്നതോടൊപ്പം ദേശീയ പതാകയെക്കുറിച്ചുള്ള ആദരവും ബഹുമാനവും എത്തിക്കുവാൻ ഇത്തരം സംരംഭങ്ങൾക്ക് കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കുട്ടികൾ വളരെ കൗതുകത്തോടും സൂക്ഷ്മതയോടും കൂടിയാണ് പതാക നിർമ്മാണത്തിൽ പങ്കുചേർന്നത്. 750 വിദ്യാർത്ഥികളാണ് ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുത്തത്. 1 മണിക്കൂർ നീണ്ടുനിന്ന പതാക നിർമ്മാണ ശില്പശാലയ്ക്ക് ടീച്ചർമാരും നേതൃത്വം നൽകിയിരുന്നു. നമ്മൾ ഈ തവണ ആഗസ്റ്റ് 15-ന് ഒരു ഫ്ലാഗ്, അവർ ഓൺ ഫ്ലാഗ് എന്ന് പറഞ്ഞ തീമിൽ ഫ്ലാഗ് കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കുക, ഓരോ വീട്ടിലും ഓരോ ഫ്ലാഗ് എന്നുള്ള നിലയിൽ ഉണ്ടാക്കാന്നുള്ള ഇത് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റിയത്. അതിൽ ഈ എൻ്റെ കൂടെ ഈ രുക്മിണി ടീച്ചർ കോഴിക്കോട്, പിന്നെ ബീന ടീച്ചർ കണ്ണൂരിന്ന്, പിന്നെ ശ്രീഷ ടീച്ചർ മട്ടന്നൂർ, പിന്നെ പിഡ്ലൈറ്റ് കമ്പനീൻ്റെ സാറ് കൂടി വന്നിട്ടുണ്ട്, ഗോപാൽജി. കുട്ടികൾക്ക് രാജ്യസ്നേഹം വരുത്താനുള്ള ഒരു ആക്ടിവിറ്റി കൂടിയായിട്ട് ഇത് കാണാം. ഇപ്പോഴുള്ള യുവാക്കളെല്ലാം ഓരോ ദുരന്തം ഉണ്ടായ സ്ഥലത്തെല്ലാം ഓടി പോയി എല്ലാം ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ഒരു മോട്ടിവേഷൻ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് അജിതയാണ്. അജിത പഠിപ്പിക്കുന്ന സ്കൂളാണിത്. അപ്പോൾ ഞങ്ങൾ ഓൾ കേരളയിൽ ഇങ്ങനത്തെ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയിലൊക്കെ 6,000-7,000 പേരുടെ പ്രോഗ്രാം നടത്തി കഴിഞ്ഞു. ഇതിലെന്താണെന്ന് വെച്ചാൽ അവരവരുടെ സ്വന്തം ഫ്ലാഗ് അവരുണ്ടാക്കുക. ഇതിലൂടെ നമ്മുടെ ഇന്ത്യ എന്താണ്, ഇന്ത്യൻ ഫ്ലാഗ് എന്താണ്, മറ്റു കുട്ടികൾക്ക് ഇതിനെ പറ്റിയിട്ടൊരു അത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു സമയവും അവർ കടയിൽ പോവും, വാങ്ങും, കുത്തും, അത് കഴിഞ്ഞാൽ അവരത് കളയും. ഇപ്പോൾ കുട്ടികൾ അത് ഉണ്ടാക്കുന്നതോടുകൂടി ആ കളർ എന്താണ്, ഏത് കളറാണ് ഉപയോഗിക്കുക, അശോകചക്രം എന്താണ്, ഇതെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PV ജോർജ് സ്വാതന്ത്ര്യദിനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണ സന്ദേശവും പകർന്നു നൽകി. ശില്പശാലയ്ക്ക് ഫെവിക്രിൽ മാനേജർ ഗോപാലകൃഷ്ണൻ, ടീച്ചർമാരായ അജിത, സിജു, രുക്മിണി S നായർ, ശ്രീഷ, ബീന എന്നിവരാണ് നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.